ഏവർക്കും മൈത്രേയൻ അസ്ട്രോളജി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും മൈത്രേയൻ അസ്ട്രോളജി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ജ്യോതിശാസ്ത്രത്തിലെ തന്നെ ഹോരാശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാകുന്ന നിമിത്തവും ശകുനവും നിത്യജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. എന്താണ് നിമിത്തം? ജ്യോതിശാസ്ത്രത്തിൻ്റെ 6 അംഗങ്ങളിൽ ഒന്ന് പ്രശ്നം വെക്കുമ്പോഴോ യാത്ര തിരിക്കുമ്പോഴോ മറ്റേതെങ്കിലും കാര്യം ചെയ്യുമ്പോഴോ പ്രയത്നഫലം ഇന്ന തരത്തിലായിരിക്കുമെന്ന് മുൻകൂട്ടി സൂചന നൽകുന്ന സംഭവങ്ങളാണ്. ശകുനത്തിൻ്റെ ഒരു വകഭേദമാണ്. ജ്യോതിഷത്തിൽ ഇത് ഹോരാസ്കന്ധത്തിലും സംഹിതാസ്കന്ധത്തിലും ഉൾപ്പെടുന്നു. ദൈവജ്ഞൻ ഫലനിർദ്ദേശം ചെയ്യുമ്പോൾ അപ്പോഴപ്പോഴുണ്ടാകുന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്ന ഫലമാണ് നിമിത്തം. ലക്ഷ്യം കൂടി ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് നിമിത്തമെന്ന് പറയുന്നത്. എന്താണ് ശകുനം? ഒരു വഴിക്ക് പുറപ്പെടുമ്പോൾ ആദ്യമായി കാണുന്നതോ കേൾക്കുന്നതോ മറ്റു തരത്തിൽ ഇന്ദ്രിയ വിഷയമാകുന്നതോ ആയ വിഷയമാണ് ശകുനം. ശകുനങ്ങൾ ശുഭസൂചകങ്ങളും അശുഭസൂചകങ്ങളുമാകാം. കാര്യത്തിൻ്റെ ശുഭാശുഭങ്ങളെപ്പറ്റി പ്രകൃതി മുൻകൂട്ടി നൽകുന്ന സൂചനയാണ് ശകുനം. ശകുനഫലം ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും അനുഭവങ്ങളെ കൂടി സൂചിപ്പിക്കുന്നു. കണ്ണിനും മനസ്സിനും ഇഷ്ടമായി തോന്നുന്നത് ശുഭവും അല്ലാത്തത് അശുഭവുമാണ്. ഏതെങ്കിലും കാര്യത്തിന് പുറപ്പെടുമ്പോൾ കാണുന്ന ലക്ഷണപ്പിഴയ്ക്ക് ശകുനപ്പിഴ എന്ന് പറയും. മറിച്ചായാൽ ശുഭശകുനമാണ്. യാത്ര പുറപ്പെട്ടാൽ 100 വിൽപ്പാടിനകം അനുഭവപ്പെടുന്നതിന് മാത്രമേ ശകുനമായി കണക്കാക്കേണ്ടതുള്ളൂ. ശകുനങ്ങൾ 2 തരത്തിലുണ്ട്: ശുഭശകുനങ്ങളും അശുഭശകുനങ്ങളും. ശുഭശകുനങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ നമുക്ക് കാണാൻ പറ്റിയാൽ, അതായത് ദൃഷ്ടി വിഷയമായാൽ കാര്യസാധ്യമുണ്ടാകും. കുട, തഴ, ചാമരം ഇത്യാദി അടയാളങ്ങളോടുകൂടിയ രാജാവിൻ്റെ എഴുന്നള്ളിപ്പ്, ഓടക്കുഴൽ, മൃദംഗം, ശംഖ്, ചെണ്ട, പെരുമ്പറ ശബ്ദം ഇവയുടെയൊക്കെ ശബ്ദം കേൾക്കുക. പാൽ, കരിമ്പിൻതടി, ഗരുഡൻ, കാള, പക്ഷിക്കൂട്ടത്തെ കാണുക. തേൻ, അക്ഷതം എന്ന് പറയുമ്പോൾ മഞ്ഞൾ പുരട്ടിയ അരി, അതിനും അക്ഷതം എന്ന് പറയും. ആന, ചന്ദനം, രുദ്രാക്ഷം, രാജകീയ ചിഹ്നങ്ങൾ, ഇരട്ട ബ്രാഹ്മണരുടെ വരവ് ഇതുകൾ യാത്രാരംഭത്തിൽ കണ്ടാൽ ക്ഷേമവും ഐശ്വര്യവും ഭൂമിലാഭവും തർക്കവിഷയങ്ങളിൽ വിജയവും ഉണ്ടാകും. കേസുകാർക്ക് വിഷയങ്ങളിലൊക്കെ വിജയിക്കാൻ പറ്റും. രാജാധികാര്യങ്ങളിൽ കാലാത്യം അനുസരിച്ചുള്ള മാറ്റങ്ങൾ ചിന്തിച്ചു കൊള്ളണം. മംഗളവാദ്യം കേൾക്കുക. വേശ്യാസ്ത്രീകൾ, മംഗളപുഷ്പം, കുട, കത്തുന്ന നിലവിളക്ക്, കത്തുന്ന തീയ്, സ്നിഗ്ധമായ അന്നം, താമരപ്പൂവ്, രത്നങ്ങൾ, വെളുത്ത വസ്ത്രം സ്ത്രീ, മദ്യകുംഭം, കൊടിമരം, പശു, പച്ചമാംസം, വേദ അധ്യയന ശബ്ദം കേൾക്കുക. മലര്, നിറകുംഭം, സംഗീതം കേൾക്കുക മുതലായ കർണസുഖകരമായ ശബ്ദം, നെയ്യ്, തേന്, മത്സ്യങ്ങൾ മുതലായ ജലജന്തുക്കളെ കാണുക. ഇവകൾ യാത്രാ സമയത്ത് ശകുനമായി വന്നാൽ സുഖവും കാര്യസാധ്യവും ധനലാഭവും മൃഷ്ടാന്ന ലാഭവും പിന്നെ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടി നടന്നു കിട്ടുകയും ഫലം. മണിനാദം കേൾക്കുക, വാദ്യഘോഷങ്ങൾ, ശുഭകരമായ ശബ്ദങ്ങൾ, ഇണകളായ മൃഗങ്ങൾ, പാട്ടുപാടുന്നവരെ കാണുക. ആനയും അമ്പാരിയുമായി ഘോഷയാത്രകളും മറ്റും വരുന്നാൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ നടക്കും. കയറിട്ട് കെട്ടിയ ഒറ്റ പശുവിനെ കാണുക. സ്വർണം കാണുക. കണ്ണാടി, കിടാവോടുകൂടിയ പശു, അലങ്കാരത്തിന് വേണ്ട കൊടിതോരണങ്ങൾ, ഇഷ്ടവാഹനം, ഭർത്താവിനോടോ പുത്രനോടോ കൂടിയ സ്ത്രീ, രത്നം, ശവശരീരം, ദേവവിഗ്രഹങ്ങൾ, മധുരപലഹാരങ്ങൾ, മാൻ, വണ്ടിൻകൂട്ടം, കുരങ്ങ്, കറുപ്പും ചാരനിറത്തിലും കലർന്ന രുരു എന്ന ഒരുതരം മാൻ, ശ്വാവ്, കുതിര, പക്ഷിക്കൂട്ടം ഇവകൾ നേരിട്ട് വന്നാൽ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. ഇനി അടുത്ത എപ്പിസോഡിൽ ബാക്കി ചർച്ച ചെയ്യാം. ഹരി ഓം.